ഭാഗ്യമല്ല, നിർഭാഗ്യം. ഒരു കാര്യമില്ലാതെ അവർ ഈ കേസിൽ ഹൈക്കോടതി പോയത്. അതവരുടെ നിർഭാഗ്യം തന്നെയല്ലേ? അത് അവരെ കൊണ്ട് ചെയ്യിച്ചതല്ലേ, അല്ലാതെ അവര് സ്വയം ചെയ്തതൊന്നുമല്ലല്ലോ. അതിന് ഉത്തരവാദി സ്വന്തം വീട്ടിൽ തന്നെ ഇല്ലേ? സാറിന് അത് ചോദിക്കാമായിരുന്നില്ലേ? വേണമെങ്കിൽ 2 എണ്ണം പൊട്ടിക്കുകയും ചെയ്യാം. എന്നിട്ട് മതി ചോദ്യവും പറച്ചിലും ഒക്കെ. കൂടെ നിന്നിട്ട് കുതികാല് വെട്ടുന്ന പണിയല്ലേ അവളീ കാണിക്കുന്നത്. എന്റെ സാറെ, നിങ്ങൾ വലിയ മണ്ടത്തരവാ കാണിച്ചത്. എത്രയും പെട്ടെന്ന് അവളെ ഒഴിവാക്കിയിട്ട് തടി രക്ഷിക്കാൻ നോക്കും. സൂണവാല, ഓരോ യുദ്ധത്തിനും ഓരോ നിയമങ്ങളുണ്ട്. ഓരോ ശത്രുവിനോടും സ്വീകരിക്കേണ്ട യുദ്ധമുറയും വ്യത്യസ്തമാണ്. ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി, ഒന്നും വെറുതെ സംഭവിക്കുന്നതല്ല. ഓരോന്നിനും അതിൻ്റെതായ കാരണങ്ങളുണ്ട്. അരുന്ധതി വെറുതെ എന്റെ ജീവിതത്തിലേക്ക് വന്ന് കയറിയതല്ല. അതിനു പിന്നിലും വ്യക്തമായ ഒരു പ്ലാനിംഗ് ഉണ്ടെന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. അല്ല സാറേ, കോടതിയിൽ പോയതിന് പിന്നിൽ അവരാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലായി. അപ്പോ പിന്നെ സാറിന്റെ അടുത്ത പ്ലാൻ എന്താ? ഇനിയേ എനിക്ക് സുഗുണപാലന്റെ സഹായം വേണ്ടത്. സാറ് പറഞ്ഞാ മതി. എന്ത് സഹായത്തിനും ഞാൻ റെഡിയാ. അതിനുള്ള പ്രതിഫലം പണമായിട്ട് ഇങ്ങോട്ട് കിട്ടണമെന്ന് മാത്രം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. എന്നാ പിന്നെ സുഗുണപാലൻ നേരെ ചെന്ന് അവളെ കാണും. ആരെ? അരുന്ധതിയെ? അല്ല, ജിസ്നയെ. അവളല്ലേ പെറ്റീഷൻ കൊടുത്തത്. അപ്പൊ പിന്നെ ആദ്യം കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങേണ്ടതും അവള് തന്നെയല്ലേ? അത് ശരിയാ സാറേ. അരുന്ധതിക്ക് വേദനിക്കണമെങ്കിൽ അവൾക്ക് ഏറ്റവും അടുപ്പമുള്ളവർക്ക് തന്നെ നോവണം. സാറേ, പൊക്കിയെടുത്ത് അകത്തിട്ട് നല്ല പോലെ 4 പെടപെടയ്ക്കണം. ഒരു കാര്യമില്ലാതെ അവൾ ഈ ചെയ്തതിന് അവളും അനുഭവിക്കണം. സാറേ, ഞാനൊരു കാര്യം ചോദിച്ചാ സാറ് സത്യം പറയൂ. എന്ത് കാര്യം? അതെ, പണ്ടുള്ള ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്. കൂട്ടുകൂടി ഒരു വഴിക്ക് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചിറങ്ങുമ്പോൾ സുഹൃത്തുക്കൾ തമ്മിൽ പരസ്പരം ഒന്നും മറച്ചു വെക്കരുതെന്ന്. കൂട്ടത്തിൽ ഒരാൾ അങ്ങനെ എന്തെങ്കിലും മറച്ചു വെക്കുന്നു എന്ന് തോന്നിയാൽ ഒരുമിച്ചുള്ള യാത്ര അവിടെ അവസാനിപ്പിക്കണം. അതുകൊണ്ട് ചോദിക്കുക, ഈ കേസിൽ എന്നോട് പറയാത്തതായി എന്തെങ്കിലും രഹസ്യങ്ങൾ ഇനിയും ബാക്കിയുണ്ടോ? എമിലിയെ സംബന്ധിക്കുന്ന വിവരങ്ങളാ ഞാൻ ചോദിക്കുന്നത്. സാറിന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. ഞാൻ ചതിക്കുമെന്ന് താനിപ്പോഴും ഭയക്കുന്നുണ്ടല്ലേ? അത് സുഗുണപാല സാറ് പറഞ്ഞതിലും കാര്യമുണ്ട് സാറേ. നേർക്ക് നേരെ വരുന്ന ശത്രുവിനെ നമുക്ക് നേരിടാം. പിന്നിലൊരു ശത്രു ഉണ്ടെന്ന തോന്നലിൽ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യാം. പക്ഷേ ഒപ്പം നടക്കുന്നവരിൽ നിന്നുള്ള ചതി, അത് ചിലപ്പോൾ നമ്മളെ തകർത്ത് കളയും സാറേ. എനിക്ക് പണി കിട്ടിയതും വീട്ടിനകത്ത് നിന്നല്ലേ സാറേ? സ്വന്തം ഭാര്യയല്ലേ എന്നെ ചതിച്ചത്? അത് ശരിയാ. നല്ല 8ന്റെ പണിയാ അവള് നിനക്ക് തന്നത്. സാറേ, ചോദിക്കുന്നതുകൊണ്ട് സാറ് വേറൊന്നും വിചാരിക്കരുത്. ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ സാർ അതങ്ങ് തുറന്നു പറഞ്ഞാ മതി. നമുക്ക് അതിനനുസരിച്ച് നീങ്ങാൻ സാധിക്കുമല്ലോ. അതുകൊണ്ടാ. ഈ എമിലിയും ജിസ്നയും തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ എന്നിട്ടും അവള് കോടതിയിൽ പോയി പെറ്റീഷൻ കൊടുത്തു. മറ്റവള് പറഞ്ഞിട്ടാണെങ്കിലും അതിനൊരു കാരണം വേണമല്ലോ. അത് തന്നെ എനിക്കും അറിയേണ്ടത്. ഇതിനകത്ത് അറിയാൻ വേറെ ഒന്നുമില്ല. അരുന്ധതി അവളെ മുന്നിൽ നിർത്തി സാറിനെതിരെ കളി തുടങ്ങിക്കഴിഞ്ഞു. ഈ കളി അവസാനിപ്പിക്കണം സാർ. സുഗുണപാലൻ, താനൊരു കാര്യം ചെയ്യും. ആദ്യം തള്ളയെ മോളെ ഒന്ന് വരട്ടി നോക്കും. ചിലപ്പോ അവരിതോടെ പിന്മാറിയെന്ന് വരാം. കല്യാണം ഉറച്ചിരിക്കുന്ന പെണ്ണാവള്. അത് മുടങ്ങുന്നു തോന്നിയാ അവരിനി ഒരു ശല്യത്തിനും വരില്ല. വരരുത്. അത് താൻ ഉറപ്പ് തന്നെ. അത് ഞാൻ ഏറ്റു സാറേ. ആദ്യം ഞാൻ അവരെ ഒന്ന് കാണട്ടെ. വേണ്ടത് ഞാൻ ചെയ്തോളാം. എനിക്ക് ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പൊ ശരി, കാണാം. ശരി. വിജയം വരുന്നുണ്ടോ? ഇല്ല സാർ, വെക്കും. നമുക്ക് പിന്നെ കാണാം. ശരി. സുഗുണ സാറിന് എന്തോ ഒരു സംശയമുള്ളതുപോലെ. പോലീസുകാരനാ, സൂക്ഷിക്കണം. കഴിഞ്ഞ ദിവസം വിജയനെ ഒരാൾ ഫോണിൽ വിളിച്ചു. ആ ഫോൺ കോൾ നൗഫലിൻ്റെതായിരുന്നു. ഉമ്മയുടെ
മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഞാൻ ആ വിജയനെ ഒന്ന് പോയി കാണട്ടെ. വിളിച്ചത് എന്റെ മോൻ തന്നെയാണോ എന്ന് അറിയാഞ്ഞിട്ട് ഒരു മനസ്സമാധാനവും ഇല്ല. ഉമ്മ വിഷമിക്കാതിരിക്കെ, നമുക്ക് അന്വേഷിക്കാം. പക്ഷേ ഇതൊരു കള്ളക്കളിയാകാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. എന്ത് കള്ളക്കളി? ഫോൺ വന്നെന്ന് ആരാ പറഞ്ഞത്? അയാളല്ലേ ആ വിജയൻ. അയാളെ നമുക്കെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരുപക്ഷെ അയാൾ ഇത് ഫോണിൽ പറഞ്ഞത് വരദ ചേച്ചി കേൾക്കാൻ വേണ്ടി തന്നെയാണെങ്കിലോ? അതുകൊണ്ട് ഓനെന്താ ഗുണം? ഗുണമുണ്ടാവും. ഉമ്മ, ഇക്കെ കൊന്ന കേസിൽ ഇപ്പൊ പ്രതി ആരാ? ജയേട്ടനല്ലേ? നാളെ അതുമാറി മറ്റൊരാളിലേക്ക് അന്വേഷണം പോവാതിരിക്കാൻ ഒരു മുൻകരുതൽ എടുത്തതാണെങ്കിലോ? നീ ഉദ്ദേശിക്കുന്നത് വിജയന് ഇതിൽ പങ്കുണ്ടെന്നാണോ? അതെ ഉമ്മ. ചേച്ചിയോട് ഇത്രയും ക്രൂരത ചെയ്ത ആള് ഇക്കയുടെ കൊലപാതകത്തില് ജയേട്ടനെ ചതിച്ചതാണെങ്കിലോ? അതെ ഉമ്മ, ഇക്കയുടെ മരണത്തിൽ അയാൾക്ക് പങ്കുണ്ടെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ചേച്ചി അതിനു പിന്നാലെ അന്വേഷണം നടക്കുന്നുണ്ടെന്നും അയാൾക്കറിയാം. അപ്പൊ അത് മുന്നിൽ കണ്ട് ഇക്ക മരിച്ചിട്ടില്ലെന്ന് മറ്റുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അയാൾ തന്നെ പറഞ്ഞുണ്ടാക്കുന്ന ഒരു കഥയാവാനും മതി ഇത്. അപ്പോ ഓന് ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞതോ? ഒന്നുകിൽ അങ്ങനെ ഒരു ഫോൺ കോൾ വന്നെന്ന് അയാൾ കളവ് പറഞ്ഞതാണ്, അതല്ലെങ്കിൽ മറ്റൊരാൾ കൂടി ഇതിന് പിന്നിലുണ്ടാവണം. ആര്? അയാൾക്കൊരു സഹായം ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. ആരെങ്കിലും വിശ്വസിപ്പിക്കാൻ വേണ്ടി ആ സഹായം വിളിച്ചതാവാനും വഴിയില്ലേ? ഉമ്മ, ഇക്കയുടെ കത്തിക്കരിഞ്ഞ ശരീരം കണ്ടതും തിരിച്ചറിഞ്ഞതും നമ്മൾ തന്നെയല്ലേ? ഇക്ക ഇനിയും തിരിച്ചു വരുമെന്ന് ഉമ്മ വിശ്വസിക്കുന്നുണ്ടോ? അത് പെറ്റ വയറിന്റെ വേദനയാ മോളെ. മക്കള് മരിച്ചു എന്ന് ആരൊക്കെ പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പറ്റാതെ ഭൂമിയിൽ ജീവിക്കുന്നത് ഒരാളെ ഉണ്ടാവും. ഓന്റെ ഉമ്മ മാത്രം. സ്വന്തം മക്കള് മരിച്ചെന്ന് വിശ്വസിക്കാൻ ഒരു ഉമ്മയ്ക്കും കഴിയില്ല. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്നറിയാമെങ്കിലും വീടിന് പുറത്തു കേൾക്കുന്ന ഓരോ അനക്കത്തിലും ഓരോ വിളിയൊച്ചയിലും മനസ്സ് പ്രതീക്ഷിച്ചു പോവാ. ഒരു ദിവസം വാതില് തുറന്ന് ഉമ്മ എനിക്ക് വിശക്കുന്നുവെന്നും പറഞ്ഞ് എന്റെ നൗഫല് വന്നാലോ എന്ന് ആശിച്ചു പോവാ ഞാൻ. വിജയം പറഞ്ഞത് കളവാണെങ്കിലും അത് സത്യമായിട്ട് മാറണേന്ന് പഠിച്ചവനോട് പ്രാർത്ഥിച്ചു പോവാ ഞാൻ. ഉമ്മ, എന്റെ മോൻ മരിച്ചെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല മോളെ. ഉമ്മ സമാധാനിക്കും. എന്തായാലും ഒരു ദിവസം ഇതിന്റെ സത്യം തെളിയാതിരിക്കില്ല. ഹലോ, ആരാ? ഇത് ഞാനാ, എസ് ഐ സുഗുണപാലൻ. ആരാ മോളെ? ആ SI സുഗുണപാലനാ. അയാൾ എന്തിനാ നമ്മളെ വിളിക്കുന്നേ? ഹലോ, എന്തായാലും നീ സംസാരിക്ക. എന്താ സാറേ? നീ മിടുക്കിയ അങ്ങ് ഹൈക്കോടതി വരെ പോയി അല്ലയോ? ആ കേസ് അന്വേഷിക്കുന്നത് ഞാനാ. അതിന് ഞാനെന്ത് വേണം? എമിലിയുടെ കാര്യത്തെക്കുറിച്ച് എനിക്ക് നിന്നോട് ചിലത് ചോദിക്കാനുണ്ട്. നീയല്ലേ പരാതിക്കാരി? അതുകൊണ്ട് നാളെ രാവിലെ നീ സ്റ്റേഷൻ വരെ ഒന്ന് വരണം. ഇല്ല സാറേ, പോലീസ് സ്റ്റേഷനിലേക്ക് ഞാൻ വരില്ല. സാറിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ വന്ന് ചോദിക്കാം. നിന്റെ വീട്ടിൽ വരുന്നതിന് എനിക്ക് മടിയൊന്നും ഇല്ല കൊച്ചെ. പക്ഷേ അത് നിങ്ങൾക്ക് നാണക്കേടാണ്. രണ്ട് പെണ്ണുങ്ങളുള്ള വീട്ടിൽ എന്തിനാ പോലീസ് ഇങ്ങനെ കയറി ഇറങ്ങുന്നതെന്ന് നാട്ടുകാർ ചോദിക്കും. ഒരു കല്യാണമൊക്കെ നടക്കാൻ പോവല്ലേ, വെറുതെ നാറ്റിക്കണോ? ഞാൻ വരാം സാറേ. അത് കറക്റ്റ്. അപ്പോ നാളെ കാണാം. ശരി. എന്താടി അയാള് പറഞ്ഞത്? നാളെ പോലീസ് സ്റ്റേഷനിൽ ചെല്ലണമെന്ന്. അപ്പോ പോലീസ് സ്റ്റേഷനിൽ പോകാൻ നീ തീരുമാനിച്ചോ? ആ, പോണം. പക്ഷേ അതിനു മുമ്പ് മറ്റു ചിലത് ചെയ്യാനുണ്ട്. മോളെ ജിസ്ന, ചേച്ചി, ഒരു കാര്യം പറയാനുണ്ട്. ആ സുഗുണപാലൻ, ഞാൻ എന്ത് ചെയ്യണം ചേച്ചി? നീ പോണം മോളെ. അയാളുടെ ചോദ്യങ്ങൾക്കൊക്കെ നല്ല വ്യക്തമായിട്ട് ഉത്തരം കൊടുക്കണം. ഞാനുണ്ട് നിന്റെ കൂടെ.
നീ പേടിക്കണ്ട. ശരി ചേച്ചി. ഓളെന്ത് പറഞ്ഞു മോളെ? പോകണോ ഉമ്മ? അയാളുടെ ഉദ്ദേശം എന്താണെന്ന് അറിയണമല്ലോ. മാലതി, ഞാൻ എത്ര നേരമായി കാത്തു നിൽക്കുന്നു അറിയോ? അരുന്ധതി എവിടെ? അകത്തുണ്ട്. മോളെ മെറ്റിൽഡെ, നന്ദൻ എവിടെ? അവൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി, വൈകുന്നേരം വരും. അമ്മ പേടിക്കണ്ട, ഞങ്ങൾ ഇനി 2 ദിവസം കഴിഞ്ഞേ പോകുന്നുള്ളൂ. ഓ ആയിക്കോട്ടെ. ചേച്ചി, നന്ദൻ എന്താ പറഞ്ഞത്? അവൻ അതിന് പകരല്ലേ ഞാൻ വന്നത്. എന്താ എന്നെ പിടിച്ചില്ലേ? ഓടി കാന്താരി. മോളൊന്ന് ആശുപത്രി പോയില്ലേ? ഇന്ന് അച്ഛനും അമ്മയ്ക്ക് വരുന്നത് കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് വെച്ചു. വല്ലപ്പോഴും അല്ലേ ഇതുപോലുള്ള സന്തോഷങ്ങൾ കിട്ടുന്നത്. അപ്പോ സിദ്ധാർത്ഥന്റെ രോഗികളൊക്കെ ഇന്ന് കുറച്ച് കഷ്ടപ്പെട്ടത് തന്നെ. അതൊക്കെ ആശുപത്രിക്കാർ നോക്കി. അല്ല, ഇവിടെ നിന്നിങ്ങനെ സംസാരിച്ചാൽ എങ്ങനാ? അകത്തേക്ക് വാ. വാ മോളെ. ആ അതെ, നിങ്ങൾ പൊയ്ക്കോ. ഞാൻ ഈ വീടിന്റെ ചുറ്റുപാടൊക്കെ ഒന്ന് ചുറ്റി കാണട്ടെ, എന്നിട്ടേ അകത്തേക്ക് കയറുന്നുള്ളൂ. ചെല്ലു സിദ്ധാർത്ഥേട്ടാ. അമ്മായച്ചനും അമ്മായി അമ്മയും നല്ലതുപോലെ സൽക്കരിക്ക്. ഞങ്ങൾ ഇപ്പൊ വരാം. ശരി. ആ അമ്മേ, ഇത് പിടിക്ക്. ഭാ ചേച്ചി. വാ മാലതി. വാ. ഹോ, ഈ വീട് കണ്ടിട്ടൊരു പ്രേതാലയം പോലെ തോന്നുന്നു. പ്രേതാലയം പോലെയല്ല, പ്രേതാലയം തന്നെയാ. ഇതിനകത്തൊരു പ്രേതമുണ്ട്. ആ പെണ്ണിന്റെ ആണോ? ആ എംഎൽഎയുടെ? അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ആരുടെ ഒരു സാന്നിധ്യം ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹോ, ഒരു വല്ലാത്ത സ്ഥലം തന്നെ. രാത്രിയിലേക്ക് എങ്ങനെ പുറത്തിറങ്ങും? ഞാനാണെങ്കിൽ എന്നേ പേടിച്ചു ചത്തേനെ. നീ ഒറ്റ ഒരുത്തിയ ഇതിനെല്ലാം ഉത്തരവാദി. ഞാനോ? പിന്നല്ലാതെ. ആ രാത്രി നിന്റെ വാക്കിന്റെ ബലത്തിലാ അച്ഛൻ സിദ്ധാർത്ഥന്റെ അമ്മയെ വിളിച്ചതും ഈ കല്യാണം ഉറപ്പിച്ചതും. അതുകൊണ്ട് ഈ കുരുക്കിന്ന് എന്നെ രക്ഷിക്കേണ്ടത് നിന്റെ ചുമതലയാ. ആ, ഈ വീടിനകത്ത് കിടന്ന് പേടിച്ച് ചത്തുപോകുന്ന എനിക്കിപ്പോ തോന്നുന്നത്. ഓ, അതൊക്കെ അന്തോണീസ് പുണ്യാളം നോക്കിയോളും. ചേച്ചിക്കൊന്നും പറ്റാതിരിക്കാൻ ഞാൻ ഒരു കുർബാന നേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗുണമുണ്ടായി. എന്തു ഗുണം? അതുകൊണ്ടല്ലേ നൗഫലിന്റെ ആ പെണ്ണിന്റെ ഫോട്ടോ കിട്ടിയത്. കേസിന് വേണ്ട തെളിവായില്ലേ അത്? നീ പറഞ്ഞത് ശരിയാ. ഈ വിവാഹം എനിക്കൊരു നിമിത്തം മാത്രമായിരുന്നു. ദൈവം തന്നെയാ നിന്നെ കൊണ്ട് അങ്ങനെ പറയിച്ചത്. ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായില്ലേ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയതിന്റെ ഐശ്വര്യം? ആ അതെ, പറഞ്ഞു നിൽക്കാതെ വാ. എനിക്ക് ഈ വീടൊന്ന് ചുറ്റി കാണണം. അല്ല, ആ പാറക്കുളത്തിലേക്കുള്ള വഴി ഏതാ? വാ, കാണിച്ചു തരാം. സൈഡിൽ കൂടി ഇങ്ങോട്ടേക്ക് വരാം. ഹോ, എത്ര വലിയ വീടാ ഇത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വേണമെങ്കിൽ ഒരു കാഴ്ച ബംഗ്ലാവാക്കാം. വാ, ഇനി ഇതുപോലെ ഒരുപാട് കാണാനുണ്ട്. വാ.
ചേച്ചി. ഇതെന്താ കത്തിയോ? ഇതെങ്ങനെ ഇവിടെ? ഇരിക്കട്ടെ ചേച്ചി, ഒരു പ്രൊട്ടക്ഷന്. ആ കാണുന്നതാണോ പാറക്കുളം? ആ അതെ. വാ ചേച്ചി. ഇതെന്താ കത്തിയോ? ഇതെങ്ങനെ ഇവിടെ? ഇരിക്കട്ടെ ചേച്ചി, ഒരു പ്രൊട്ടക്ഷന്. ആ കാണുന്നതാണോ പാറക്കുളം? ആ അതെ. വാ ചേച്ചി. അയ്യോ, എന്റെ പുണ്യളച്ചാ, എന്ത് കുഴിയത്! ആരെങ്കിലും തല്ലിക്കൊന്ന് ഇതിനകത്തിട്ടാ പോലും ആരും അറിയത്തില്ല. എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ചേച്ചി, ആരാത്? ആ അത് ഇവിടുത്തെ ഒരാളാ, മരുത്. മരുത്, ഇങ്ങി വന്നേ. പറഞ്ഞത് വാ മരുതേ, ചോദിക്കട്ടെ. എന്തിനാ മരുതേ ഇങ്ങനെ പിന്നാലെ വന്ന് പേടിപ്പിക്കുന്നേ? പറയണോ? ഞങ്ങളെ പേടിപ്പിക്കാൻ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ? അല്ല, നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് കണ്ടിട്ട് ഞാൻ വന്നതാ. ഇവിടേക്ക് ആരും അങ്ങനെ ഇറങ്ങി വരാറില്ല. വന്നാൽ എന്താ കുഴപ്പം? ആരെങ്കിലും പിടിച്ചു തിന്നോ? അതല്ല കുഞ്ഞെ, എന്തെങ്കിലും പറ്റി ഇവിടെ കിടന്നൊന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കത്തില്ല. ചിലപ്പോ രക്ഷിക്കാനും പറ്റിയെന്ന് വരില്ല. അത്രയ്ക്ക് അപകടം പിടിച്ച സ്ഥലമായത്. നിങ്ങൾ കയറിപ്പോ. ആ കയറിപ്പോ മക്കളെ. ഇല്ലെങ്കിലോ? മക്കളെ, ഇത് മരണക്കുളമാ. കാലൊന്നു വഴുതിയാൽ പിന്നെ മൂന്നാം പക്കം ശവം മാത്രമേ പൊങ്ങൂ. അങ്ങനെ ആരുടെയെങ്കിലും ശവം ഇതിൽ പൊങ്ങിയിട്ടുണ്ടോ? അത് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഇനി നിങ്ങളുടെ ഇഷ്ടം. സ്വന്തം ജീവൻ സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാ. പറഞ്ഞാ കേക്കില്ലെങ്കിൽ പിന്നെ അനുഭവിച്ചെന്ന് തീർത്തോ. ഞാൻ പോവാ. വിധിയെ തടയാൻ പറ്റില്ലല്ലോ. അനുഭവിച്ചോ, അനുഭവിച്ചോ. എനിക്കാകെ പേടിയാവും. വാ നമുക്ക് പോവാം. വാ, ഇങ്ങോട്ട് വന്നേ. അച്ഛൻ പറഞ്ഞത് മോന് മനസ്സിലായില്ലേ? എനിക്കതിലൊരു കുഴപ്പമില്ല അച്ഛാ. മക്കളും അരുന്ധതിയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും മുറിയാൻ പാടില്ല എന്ന് തന്നെയാ എന്റെ ആഗ്രഹം. മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കാൻ തീരുമാനിച്ച അവള് സിദ്ധാർത്ഥനെ വിവാഹം കഴിക്കാൻ സമ്മതിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും കരുതിയതല്ല. ഈശ്വരാനുഗ്രഹം കൊണ്ടാ മോനെ ഞങ്ങൾക്ക് മരുമകനായി കിട്ടിയത്. എന്താ രണ്ടുപേരും കൂടി വലിയ ചർച്ച? ഒന്നുമില്ലമ്മേ, അച്ഛൻ ചുമ്മാ എന്നെ പുകഴ്ത്തി ഓരോന്ന് പറഞ്ഞതാ. മരുമകനായിട്ട് എന്നെ കിട്ടിയത് മഹാഭാഗ്യം എന്ന് അച്ഛൻ പറയുന്നത്. അത് സത്യം തന്നെ മോനെ. അരുന്ധതിക്ക് വേറെ ഏത് വിവാഹം നടന്നാലും അതൊരിക്കലും ഇതുപോലൊരു ബന്ധമാകില്ലായിരുന്നു. ഇത് നടന്നതുകൊണ്ടല്ലേ ലക്ഷ്മിയെ മോനെ ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞങ്ങളുടെ മഹാഭാഗ്യം തന്നെ. അല്ല, ഈ പിള്ളേരിതെവിടെ പോയി? അരുന്ധതി, മോളെ അരുന്ധതി. നിങ്ങളിത് എവിടായിരുന്നു? അല്ല, ഇതെന്താ കത്തിയൊക്കെ ആയിട്ട്? ഇത് എവിടുന്ന് കിട്ടി? ആ, ഇവളുടെ സ്വഭാവത്തിനെ കത്തി പോരാ, വല്ല ബോംബും വേണ്ടി വരും. എടീ, അവള് നമ്മളെ വീട്ടിൽ വന്ന് കയറി എന്നെ ഗുണമായതൊക്കെ. അങ്ങനെ പറയാച്ചാ. ആ അമ്മയ്ക്ക് അസൂയ. ആ അതൊക്കെ പോട്ടെ. എനിക്ക് നിങ്ങൾ രണ്ടുപേരോടും വേറൊരു കാര്യം ചോദിക്കാനുണ്ട്. സത്യത്തില് ഇത് സ്വകാര്യമായിട്ട് ചോദിക്കേണ്ടതാ. ഇവിടിപ്പോ നമ്മൾ ഇത്രയും പേരല്ലേ ഉള്ളൂ. എല്ലാം അറിയാൻ കടമപ്പെട്ടവരാ എല്ലാവരും. അതുകൊണ്ട് മറച്ചു വെക്കാതെ ചോദിക്കുക, ഇനി എന്താ നിങ്ങളുടെ പ്ലാൻ? എന്ത് പ്ലാൻ? നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിന്റെ കാര്യം തന്നെയാ അച്ഛൻ ഉദ്ദേശിച്ചത്.